നിങ്ങ ബേജാറാവണ്ടിരിക്കും ഉസ്താദേ. എങ്ങനെ ബേജാറാവണ്ടിരിക്കും? അവൻ വരും ഉസ്താദേ. നിർത്ത് നിർത്ത് നിർത്ത്. നീ എന്താണ് ഈ കാണിച്ചത്? വാപ്പ, എനിക്ക് ഇവളെ ഇഷ്ട. നീ ഇനി ഒന്നും പറയണ്ട. ഇപ്പോൾ തന്നെ ഇവിടെ തിരിച്ചുണ്ടാക്കണം. ഇതൊന്നും ഉമ്മറിയണ്ട. ഇല്ലുപ്പാ, ഞാൻ തിരിച്ചു പോവില്ല, ചത്താലും പോവില്ല. എന്നെ പറഞ്ഞു വിടല്ലുപ്പാ. അത് പറഞ്ഞാൽ ശരിയാവൂല. മോള് തിരിച്ചു പോണം. ഈ വീട്ടുപടിക്കൽ വന്ന് കരഞ്ഞിട്ടാ മോൾ അച്ഛനും അമ്മയും പോയത്. ഇവിടെ വന്ന് ആവലാതി പറഞ്ഞവർ നിരാശരായി പോകേണ്ടി വന്നിട്ടില്ല. അങ്ങനെയുള്ള ഈ കുടുംബത്തിൽ നിന്നും മറ്റൊരു കുടുംബം കണ്ണീര് കുടിക്കാൻ പാടില്ല. അതുകൊണ്ട് മോൾ ഇപ്പൊ പോണം. എന്നിട്ട് നമുക്ക് സംസാരിച്ച് നോക്കാം. മോളെ ജീവനതുല്യം സ്നേഹിക്കുന്ന അവരിന്ന് പറഞ്ഞാൽ തീരാത്തത്ര സങ്കടത്തിലാണ്. ഫസലേ, വണ്ടി എടുക്ക്. ജമാലേ, അവളെയും കൂട്ടി വണ്ടി കയറി. വാപ്പ, അത് ബാപ്പ പറഞ്ഞ കേക്ക് മോനെ. ആദ്യം പറഞ്ഞത് കേക്ക്. നീ വണ്ടി കയറി. ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് സംസാരിക്കാം. വേണു, വേണു, വാതിൽ തുറക്ക് വേണു. അമ്മ, അമ്മ, അച്ഛാ, അമ്മ, അച്ഛാ. അച്ഛനെവിടെ? അച്ഛാ, എന്നോട് ക്ഷമിക്കച്ചാ. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളെ മോളെ തിരിച്ചു തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. അതിനൊന്നും ആവശ്യമില്ലടോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. മോളെ ലക്ഷ്മി, ഇതുവരെ സംഭവിച്ചെല്ലാം മറന്നിട്ട് നല്ല മോളാവണം കേട്ടോ. ശരി, പോട്ടെ. എന്താണ് മൗലവി ഈ നേരത്ത് പതിവില്ലാത്തൊരുറക്കം? ഒന്നുമില്ലടാ, ഓരോന്നോർത്തോണ്ട് കിടന്നതാ. എന്താണ് വല്ലാണ്ട് ഇപ്പൊ ഇത്ര ഓർക്കാൻ? നീ പോയി ആ ദഫ് ഒന്ന് എടുത്തോണ്ട് വാ. ഈ നേരത്തെ എന്തിനിപ്പ ഈ ദഫ്? നീ പാടാറുള്ള പാട്ടൊന്ന് പാടൂ, മനസ്സൊന്ന് തണുക്കട്ടെ. ഇന്ന് തന്നെ വേണോ? ഒന്ന് ചെല്ലട നീ. അല്ല, മനുഷ്യൻ നട്ടുപാതിരിക്ക് ഭ്രാന്ത് പിടിച്ച് എന്ത് ചെയ്യും?
ഒരു നാളിൽ മരണം തേടിയെത്തും, അന്ന് പോകേണം നമ്മൾ എല്ലാം വെടിഞ്ഞ്. ഒരു നാളിൽ മരണം തേടിയെത്തും, അന്ന് പോകേണം നമ്മൾ എല്ലാം വെടിഞ്ഞ്. പൊന്നായി പോറ്റുന്ന പൂമിനി അന്ന് മണ്ണോട് മണ്ണായി ചേർന്നിടുമൊന്നായി. പൊന്നായി പോറ്റുന്ന പൂമിനി അന്ന് മണ്ണോട് മണ്ണായി ചേർന്നിടുമൊന്നായി. യാ മൗലാ യാ മൗലാ. റൂഹിന് ദുനിയാവിൻ മേലെയ വീട്, മൗത്തിന് ദുനിയാവിൻ തോടെയ കൂട്. റൂഹിന് ദുനിയാവിൻ മേലെയ വീട്, മൗത്തിന് ദുനിയാവിൻ ചോടയ കൂട്. റൂഹും മൗത്തും നമ്മളിൽ ചേർത്ത് റബ്ബിനെ നമ്മോട് ചേർക്കണമെന്നും. റൂഹും മൗത്തും നമ്മളിൽ ചേർത്ത് റബ്ബിനെ നമ്മോട് ചേർക്കണമെന്നും. ഒരു നാളിൽ മരണം തേടിയെത്തും, അന്ന് പോകേണം നമ്മൾ എല്ലാം വെടിഞ്ഞ്. യാ മൗലാ യാ മൗലാ. ഈ ലോകം കാറ്റിടും മായിക ചന്തം, പരലോകത്തില്ലതിൻ യാതൊരു ബന്ധം. ഈ ലോകം കാറ്റിടും മായിക ചന്തം, പരലോകത്തില്ലതിൻ യാതൊരു ബന്ധം. നന്മയും തിന്മയും നമുക്കിരുവഴികൾ, പോകുന്ന വഴിയേക്കും നമുക്കുള്ള ഇടവും. നന്മയും തിന്മയും നമുക്കിരുവഴികൾ, പോകുന്ന വഴിയേക്കും നമുക്കുള്ള ഇടവും. ഒരു നാളിൽ മരണം തേടിയെത്തും, അന്ന് പോകേണം നമ്മൾ എല്ലാം വെടിഞ്ഞ്. ഒരു നാളിൽ മരണം തേടിയെത്തും, അന്ന് പോകേണം നമ്മൾ എല്ലാം വെടിഞ്ഞ്. പൊന്നായി പോറ്റുന്ന പൂമേനി അന്ന് മണ്ണോട് മണ്ണായി ചേർന്നിടുമൊന്നായി. പൊന്നായി പോറ്റുന്ന പൂമേനി അന്ന് മണ്ണോട് മണ്ണായി ചേർന്നിടുമൊന്നായി. യാ
അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എൻ്റെ പേര് സൈനു. തിരൂരാണ് വീട്. അതിനൊന്ന് കാണാൻ വന്നതാ. എന്താ കാര്യം? കുറച്ച് നാൾ മുമ്പ് ഞങ്ങളുടെ നാട്ടിലൊരു ഉസ്താദ് ഒരു പ്രസംഗം നടത്തി ആർഭാട ജീവിതത്തിനെ കുറിച്ച്. ഉവ്, ഞാനത് ഓർക്കുന്നു. ആ പ്രസംഗം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മാറ്റം വരുത്തിച്ചു. അൽഹംദുലില്ലാ, ഒരാൾക്കെങ്കിലും അത് ഉപകാരപ്പെട്ടല്ലോ. എൻ്റെ നാട്ടിൽ വലിയൊരു ചെലവ് കൂടിയ ചടങ്ങാണ് മുടികളയൽ. എൻ്റെ മോൻ്റെ മുടികളയലിന് 2 പോത്തിനെയും 3-4 ആടിനെയും അറക്കാനായിരുന്നു തീരുമാനിച്ചത്. ആ ചെലവ് ഒറ്റ ആടിൽ കഴിച്ചു. ബാക്കിയുള്ള പണം പാവപ്പെട്ടവർക്ക് കൂടി കൊടുത്തു. മാഷാ അല്ലാ. ഇപ്പോ സൈന് വന്നതിന്റെ ഉദ്ദേശം എന്താ? നാട്ടിലൊരു പ്രസംഗം വെച്ചിട്ടുണ്ട്. ഉസ്താദ് പങ്കെടുക്കണം. അതിന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാ ഞാൻ. എന്നാണ് പരിപാടി? ഈ മാസം 25-ന്. എന്നാ നമ്പർ എഴുതി. ഉസ്താദ് നമ്പർ ഒന്ന് പറഞ്ഞാ. 96 56 73 89 51. ഉസ്താദ് എന്തായാലും വരണം. ഉസ്താദിന്റെ വാക്കുകൾക്ക് മനസ്സുകൾക്ക് മാറ്റം വരുത്താൻ കഴിയും. ഞാൻ എന്തായാലും വരും. നിങ്ങൾ ഒരുക്കങ്ങൾ തുടങ്ങിക്കോ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഉദ്ഘാടനം ആരെ കൊണ്ട് ചെയ്യിപ്പിക്കും? പഞ്ചായത്ത് പ്രസിഡന്റ് മതിയെന്നല്ല പറഞ്ഞത്. അപ്പൊ പുസ്തകം റേറ്റ് മേടിക്കും. നിന്റെ ഉപ്പയായാലോ? വാപ്പയാണ് വിളിക്കുന്നത്. മൂപ്പരിപ്പോഴൊന്നും ചാവില്ല. ഹലോ, അസ്സലാമു അലൈക്കും. ആ, ഞാൻ വിജയന്റെ അവിടെ ഉണ്ട് ഉപ്പ. രാത്രിയാവും. ഡൊമിനിക് അച്ഛൻ്റെ അവിടം വരെ ഒന്ന് പോണം. എന്തുപ്പാ, അത്യാവശ്യം വല്ലതും ഉണ്ടോ? ശരി ഉപ്പ. അസ്സലാമു അലൈക്കും. അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. നീ വേം വിട്ടോ, ഇത് നമുക്ക് വന്നിട്ട് ശരിയാക്കാം. ഫസലേ, അന്നാ നമുക്ക് പോവാം. നീ എവിടുക്കാ? ഡൊമിനിക് അച്ഛൻ്റെ അടുത്ത് പോണ്ടേ? ടി കെ ജമാൽ ഭായ്. നീ പോടാ. എന്താടാ സണ്ണി, നിങ്ങളുടെ മുഖത്തൊക്കെ ഒരു വാട്ടം? എന്താ? അച്ഛനെന്തേ? അച്ഛൻ എറണാകുളത്തോട്ട് പോയി. അച്ഛൻ്റെ പെങ്ങൾ മരണപ്പെട്ടു. എപ്പോ? ഇന്ന് വെളുപ്പിന്. അങ്ങോട്ട് പോണ തിരക്കാരണം ആരോടൊന്നും പറയാൻ പറ്റില്ല. ശരി, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നോക്കിക്കോണം. പിന്നെ എന്തുണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കരുത്. ഇതാര്? ജമാലോ? എവിടെ പോയി? അച്ഛൻ്റെ അവിടെ വരെ പോയി. അത് ശരി. നിങ്ങൾ കയറിക്കോ, ഞാൻ കൊണ്ടുവിട്ട് തരാം. കയറിക്കോ, നിങ്ങൾ അപ്പുറത്തോട് കയറി. എന്തായി പെണ്ണ് കാണാൻ പോയിട്ട്? അതൊന്നും ശരിയാവില്ല മോനെ. അതെന്താ? ഇച്ചിരി അഹങ്കാരമുള്ള കൂട്ടത്തിലാ. ബ്രോക്കർ അവസാനം കുറെ ഫോട്ടോ തന്നിട്ട് പറഞ്ഞത് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാ പോയത്. ആ, ബ്രോക്കറിന്റെ വട്ടായി കാണും. ഇതിലേത് നല്ലതെന്ന് വെച്ചാൽ നീ സെലക്ട് ചെയ്. നീ അവന്റെ കൂട്ടുകാരനല്ലേ. അതവൻ തന്നെ സെലക്ട് ചെയ്യട്ടെ. നമുക്കിഷ്ടപ്പെട്ട പെണ്ണ് മതിയെന്നാ അവൻ പറയുന്നത്. ഈ ഫോട്ടോ മതി. ആ, ഇത് കൊള്ളാം. നോക്കട്ടെ. ഹായ്, ഇത് കൃഷ്ണന്റെ ഇഷ്ടപ്പെടും.
എവിടെ നോക്കട്ടെ. ആ, കൊള്ളാം. കഥ ഇവിടെ ചിട്ടിരിക്കുകയാണല്ലോ. യവനിത് എവിടെ പോയി? അവൻ ക്ലാസ്സിന് പോയതായിരിക്കും ചിലപ്പോ. ഓ, ശരിയായിരിക്കും. എന്തൊരു ചൂട് മോളെ, ആ ഫാൻ ഒന്നിട്ടെ. ഇതാ അവനെ ഒന്ന് വിളിച്ചേ. ദാ കൃഷ്ണേട്ടൻ വരുന്നുണ്ടല്ലോ. ആ, നിങ്ങൾ വന്നിട്ട് കുറെ നേരമായ? ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇല്ല വിജയ, വരുന്ന വഴിക്ക് ജമാലിനെ കണ്ടു. അവനാ ഇവിടെ കൊണ്ടാക്കിയത്. അതാ നേരത്തെ എത്തിയത്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾ വരുന്ന സമയം ആവുന്നേ ഉള്ളൂ. അത് ശരി. എന്നിട്ട് എന്തായി പോയ കാര്യം? നിങ്ങൾക്ക് ഇഷ്ടായോ? പോയി കണ്ട പെണ്ണിന് ഇഷ്ടായില്ല, പക്ഷെ വേറൊരു പെണ്ണിനെ കണ്ടു, അതിനിഷ്ടായി. അതേത് വേറൊരു പെണ്ണ്? ജമാൽ സെലക്ട് ചെയ്ത ഫോട്ടോയാ ഇത്. ഞങ്ങൾക്കിഷ്ടായി. നിനക്കിഷ്ടായോ നോക്ക്. എന്താ, നിനക്കിഷ്ടായില്ലേ? ജമാൽ എന്ത് പറഞ്ഞു? നിനക്ക് ചേർന്ന പെണ്ണാണെന്ന് പറഞ്ഞു. എന്തായാലും അവൻ ഈ കുട്ടിയെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഇനി നിനക്കും കൂടി ഇഷ്ടമായാൽ അത് നമുക്ക് അങ്ങോട്ട് ഉറപ്പിക്കാം. ഇഷ്ടായില്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ നോക്കാം. വേറെ നോക്കണ്ട, ഇത് മതി, എനിക്കിഷ്ടായി. ഇതങ്ങ് നേരത്തെ പറഞ്ഞൂടെ എന്റെ കള്ള കൃഷ്ണ. നാളെ തന്നെ പോണം. നാളെ തന്നെ പോണോ? പുസ്തക പ്രകാശം കഴിഞ്ഞിട്ട് പോയാ പോരെ? നിന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പോയാലേ പെണ്ണിന് വേറെ ആരെങ്കിലും ഉറപ്പിക്കും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ പോണം. ഉസ്താദെ, രണ്ടുപേര് കാണാൻ വന്നിരിക്കുന്നു. അവരോട് വരാൻ പറ. ഉസ്താദെ, ദിവരാണ്. എന്താ പ്രസിഡന്റ്? ഇവരുടെ മകളുടെ കല്യാണമാണ് അടുത്ത ഞായറാഴ്ച. ഒരു കുറി വിളിച്ചായിരുന്നു. ഇപ്പോൾ പറയുന്നു ഈട് പോരാന്ന്. ഉസ്താദ് എന്തെങ്കിലും ചെയ്യണം. എത്ര നറുക്ക് വെച്ച കുറിയ വിളിച്ചത്? 3 നറുക്ക് വെച്ച കുറിയാണ് ഉസ്താദെ വിളിച്ചത്. വിഷമിക്കണ്ട, നമുക്ക് ശരിയാക്കാം. എത്രയെ കുറിക്കാശ്? 1,60,000 രൂപ. പൈസ വല്ലതും കയ്യിലുണ്ടോ? കുറച്ച് പൈസ എന്റെ കയ്യിലുണ്ട്. പോരാത്ത പൈസയാണ് ഞാൻ ചോദിച്ചത്. ഇനി എത്ര കിട്ടിയാലാ പ്രശ്നം തീരുന്നത്? 1,00,000 രൂപ കിട്ടിയാൽ മതിയാകും. 1,00,000 രൂപ കിട്ടിയാൽ മാറുമോ? ഈ ആവശ്യമില്ലാത്ത ആർഭാടങ്ങളൊക്കെ മാറ്റിവെച്ചൂടെ? ആർഭാടങ്ങളൊന്നുമില്ല ഉസ്താദെ. അത്യാവശ്യ കാര്യം പോലും മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നാലും വേണം 1,00,000 രൂപ. നിങ്ങൾ പോയിക്കോ, പൈസയുടെ കാര്യം ഞാൻ ഏറ്റു. ഞായറാഴ്ചയല്ലേ കല്യാണം? അതെ,
എന്നാ ഞങ്ങ പോട്ടെ ഉസ്താദെ. പോവാ ഉമ്മ. എന്റെ മകള് ഒരു എത്തീമാണ് ഉസ്താദെ, എന്തെങ്കിലും ചെയ്യണം. ജമീൽ തൊന്നുകൊണ്ടും വിഷമിക്കണ്ട, ധൈര്യമായിട്ട് പോയിക്കോ.